ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കാണ്. ക്രിസ്മസിന് കേക്ക്സാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലം കേക്കാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനോടെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഇന്ന് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, വെറുതെ നമ്മുടെ കുക്കർ വെച്ചിട്ടുണ്ട്. നടുക്ക് ഒരു റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് കൂടെ അടച്ച് ആദ്യം കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ നല്ലപോലെ കുറച്ച് വെച്ച്, ഈ അടപ്പിൽ ഞാൻ അടപ്പ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാനായി വെച്ചു. അപ്പോൾ ഇത് എടുത്തതിന് ശേഷമാണ് അടപ്പ് മാത്രമാണ് അടച്ചു കൊടുത്തത്. ഇത് നമുക്ക് വേണ്ട. അപ്പോൾ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഒന്ന് അരിച്ചെടുക്കണം. ഞാൻ 1 കപ്പ് മൈദ, ഇത് നമ്മുടെ 240 ml അളവ് കപ്പാണ്. അതിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 2 നുള്ള് ഉപ്പ്, ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ 240 ml അളവ് കപ്പിൽ എടുക്കുന്ന മൈദ നമ്മുടെയൊക്കെ വീടുകളിലുള്ള സാധാരണ ഒരു സ്റ്റീൽ കപ്പിൽ എടുക്കുമ്പോൾ ഇതാ ഇത്രയും അളവ് കാണും. അപ്പോൾ ഈ അളവ് കപ്പ് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു കളറ് കിട്ടാനാണ് നമ്മളിങ്ങനെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് അലിഞ്ഞ് നന്നായിട്ട് പതയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കപ്പിൽ ഏകദേശം ഒരു കപ്പ്, ഇത് 1/4 കപ്പിൻ്റെ അളവാണ്, ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പൊടിച്ച പഞ്ചസാരയിൽ 2 മുട്ട ഒഴിച്ചു കൊടുത്തു. മുട്ട അതുപോലെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. ഫ്രിഡ്ജിലാണെങ്കിൽ നേരത്തെ എടുത്ത് പുറത്ത് വയ്ക്കണം. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഓയിലും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് സ്പൈസസ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 4-5 ഗ്രാമ്പൂ, ഒരു 2-3 ഏലക്കായ, ഇതെല്ലാം കൂടെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ച് എടുത്തതാണ്. പൊടിച്ച് ഞാൻ അരിച്ച് എടുത്തു. അത് നമുക്കിനി നമ്മൾ ഈ മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും. അത് നമുക്ക് ഇതിന് ഞാൻ കുറച്ച് ചെറി, കുറച്ച് അണ്ടിപ്പരിപ്പ്, കറുത്ത മുന്തിരി, മറ്റേ സാധാരണ മുന്തിരി, ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് കുറച്ച് മൈദ ചേർത്ത് ഒന്ന് ഡസ്റ്റ് ചെയ്ത് എടുക്കാം. 1 ടീസ്പൂൺ മൈദ എല്ലാത്തിലുമായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം ഞാൻ കുറച്ച് ഡ്രൈ നട്ട്സും ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് മൈദ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു. നമ്മളിങ്ങനെ ചെയ്തില്ലെങ്കിൽ എല്ലാം നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ അടിഭാഗത്ത് മാത്രമായിട്ട് പോകും. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടി കുറച്ച് മൈദ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഇവിടെ സ്പൈസസ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 4-5 ഗ്രാമ്പൂ, ഒരു 3-4 ഏലക്കായ, ഇതൊക്കെയാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒരു കേക്ക് ടിന്ന് റെഡിയാക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്ത്, എല്ലാ പാത്രത്തിൽ മുഴുവനും അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് കുറച്ച് മൈദ ഇട്ട് എല്ലാ സ്ഥലത്തുമായിട്ട് നല്ലപോലെ ഇങ്ങനെ ഡസ്റ്റ് ചെയ്തിട്ട് ബാക്കി നമ്മൾ തട്ടിക്കളയണം. എന്നിട്ട് ഞാൻ ഒരു വട്ടത്തിൽ എടുത്ത ഒരു ബട്ടർ പേപ്പർ കൂടെ വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഇതൊക്കെ ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്ത് വയ്ക്കാം. നമ്മൾ ഈ ബാറ്ററിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിൽ നമ്മൾ റെഡിയാക്കിയ കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാം. വെള്ളം കൂടി പോകരുത്. ഇനി നമുക്കിതിൽ ഈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഓറഞ്ച് തൊലി ഗ്രേറ്റ് ചെയ്തെടുത്തത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇപ്പോൾ കുക്കറിൻ്റെ ചൂട് അറിയാനായി നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ പുറത്തിങ്ങനെ തളിച്ച് കൊടുക്കാം. അത് ഈ ഒരു ശബ്ദം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം മതിയാകും. ആ ഒരു സൗണ്ട് ഇല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഒരല്പം കൂട്ടി കൊടുക്കണം. ഇപ്പോൾ 1 മണിക്കൂറും ഒരു 10 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ഗ്യാസ് സ്റ്റൗവിൻ്റെയും ഒക്കെ വ്യത്യാസം കൊണ്ട് ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. എന്നാലും ഒരു 40 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. പൊങ്ങി വരുന്നതിന് മുമ്പ് തുറന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് കുറച്ചൊരു 40 മിനിറ്റൊക്കെ ആയതിന് ശേഷം തുറന്ന് നോക്കാം. ഇതിപ്പോൾ എനിക്ക് 1 മണിക്കൂറും കൂടെ ഒരു 10-12 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് അടിപൊളിയായി വന്നിട്ടുണ്ട്. ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. വിഷ് യു ഓൾ എ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു എവ്രി വൺ.